ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പൊ ഒരു വലിയൊരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യ ദ്രുതഗതിയിൽ ഒരു 5S-500 കൂടെ വാങ്ങാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ ജാഗ്രത പ്രഖ്യാപിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ കുറെ ആൾക്കാർ വന്ന് തള്ളു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മാധ്യമങ്ങളും കൊടുത്തു, നമ്മളാണ് അത് ആദ്യം കൊടുത്തത് എന്നുള്ളതാണ്. ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു. അത് പ്രോ ഇറാനിയൻ പ്രീച്ചേഴ്സിനെ കൃത്യമായിട്ട് ലുക്കൌട്ട് ചെയ്യാനാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന പല സ്ഥലത്തും യുവമാര് കലാപം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം കൃത്യമായി നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരുന്ന റിപ്പോർട്ട്, ഇന്ത്യ 5 പുതിയ S-400 സുദർശൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങും എന്നുള്ളതാണ്. ഈ S-400 നമ്മൾ സുദർശൻ വ്യോമ പ്രതിരോധത്തിൽ ഉൾപ്പെടുത്താനാണ് വാങ്ങുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. നേരത്തെ റഷ്യയുമായിട്ട് 5 S-400 വാങ്ങാനുള്ള കരാർ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിനു പുറമേ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് കേട്ടോ ഇത്. അതിനുള്ള പ്രതിരോധ കരാറുകൾക്ക് DAC അംഗീകാരം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ പോരാത്തതിന് ഒമാൻ കടലിൽ 21 ജീവനക്കാരുമായി സഞ്ചരിച്ച ഒരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതിലൊരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അപ്പോ പല ഭാഗത്തും 1.5 കോടിയിലധികം ഇന്ത്യക്കാർ GCC രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെയൊക്കെ കണക്കിലെടുക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് GCCയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാർ അന്തർധാരയിൽ അതിഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ത്യ പെട്ടെന്ന് ഈ S-400 ഒക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യയുടെ പ്ലാൻ, ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്, ഉടനെ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തില്ലേ, ഇന്ത്യയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അത് ഇന്നലെ അക്രമ സംഭവം നടന്നു. അത് നമ്മുടെ ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ 2ാമത്തെ വാർത്തയാണ്. അതായത് ജമ്മു കാശ്മീരിൽ ഇന്നലത്തെ പ്രതിഷേധം അക്രമാസക്തമായി. പോലീസ് ലാത്തിച്ചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു. പോലീസ് പറഞ്ഞു ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ആ വാർത്ത കൊടുക്കുമ്പോഴും നമ്മൾ അത് തന്നെ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളത്. അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയും വാർത്ത വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അതും കൂടെ ശ്രദ്ധിക്കണം. അത് നമ്മൾ മാത്രമല്ല, നാഷണൽ മീഡിയസ് എല്ലാം ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടായ വിവരം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽ സഹിതം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിഷ്വൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. ഇനി 2ാമത്തെ കാര്യം, ഇപ്പോൾ ഇന്ത്യ ധൃതി പിടിച്ചിട്ട്, കാരണം നരേന്ദ്രമോദി വളരെ തിരക്കിട്ട് ഇസ്രായേലിലേക്ക് ഒരു ഹ്രസ്വ സന്ദർശനം നടത്തുകയും അവിടുന്ന് ഒരു വലിയ ആയുധ ഡീലിനുള്ള കരാറുകൾ ഒപ്പിടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ റഫാൽ പെട്ടെന്ന് എത്തിക്കാനുള്ള തീരുമാനവുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് തന്നെ ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക, ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് ആയുധങ്ങൾ എത്തിക്കുകയാണ്. വാങ്ങിക്കൂട്ടുക എന്നുള്ള വാക്കും എത്തിക്കുക എന്നുള്ള വാക്കും രണ്ടാണ്. വാങ്ങിക്കൂട്ടുക എന്നുള്ളത് നമ്മൾ ഓർഡർ കൊടുത്ത് അത് കരാറായി അത് എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ഈ S-400 ഒക്കെ സംബന്ധിച്ചുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. ഉള്ള കരാർ റഫേൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. റഫേൽ കരാർ നമുക്ക് ഉണ്ടായിരുന്നത് അതിന്റെ എണ്ണം കൂട്ടി 114ലേക്ക് മാറ്റുന്നു. ഓൾറെഡി 26 വിമാനങ്ങൾ നമുക്ക് ആദ്യ റൗണ്ടിൽ എത്തി, പിന്നീട് 30ഓളം വിമാനങ്ങൾ എത്തി, ഇപ്പൊ 114 വിമാനങ്ങളിലേക്ക് എത്തുന്നു. ഇതേപോലെ തന്നെ ഉള്ള ആയുധങ്ങൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നിലവിൽ ചൈന ഇപ്പോൾ ഇറാന് പിന്തുണ കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായും ചൈന രഹസ്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ നീക്കും. ഒരുപക്ഷെ ഉത്തര കൊറിയയിൽ നിന്നുള്ള സഹായവും ഇറാന് ഒരുപക്ഷെ ലഭിച്ചേക്കാം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ചൈനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചൈനയെ എല്ലാ തരത്തിലും അമേരിക്ക വരിഞ്ഞു മുറുക്കുന്നു എന്നൊരു ചിന്ത വളരെ ശക്തമായി തന്നെ ചൈനയ്ക്ക് ഇപ്പോൾ വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. താരിഫ് വിഷയം മാത്രമല്ല, പല കാര്യങ്ങളും ചൈന വിടും. കാരണം അമേരിക്കയ്ക്ക് താല്പര്യമുള്ള തായ്വാൻ അടക്കമുള്ള വിഷയങ്ങൾ, ചൈനയുടെ ശത്രുക്കളായ ദക്ഷിണ കൊറിയൻ, ജപ്പാൻ നിൽക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഇറാൻ കൂടി തകർന്നു കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ച് ഈ വില കുറഞ്ഞ എണ്ണ വാങ്ങുക എന്നുള്ള ഒരു സംവിധാനത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും. അവരിനിപ്പോ റഷ്യയിൽ നിന്ന് എത്ര വാങ്ങിയെന്ന് പറഞ്ഞാലും ഈ ഒരു എണ്ണ ലഭിക്കുക, കാരണം മറ്റതിനേക്കാളും എക്സ്പെൻസീവ്, ചെലവ് കുറവാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈ എണ്ണ സംസ്കരിച്ച് വിൽക്കുന്നതിനുള്ള ഒരു സോഴ്സ്, ഇതെല്ലാം പെട്ടെന്ന് തീരാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതെത്തും. കാരണം ആത്യന്തികമായി തന്നെ ഇറാൻ ചൈനയുടെ ആയുധം വാങ്ങുന്ന ഒരു രാജ്യം കൂടിയാണ്. അങ്ങനെ അവരുടെ എല്ലാം കൊണ്ട് ഒരു ഇടം നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത് ചൈനയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം കുറച്ച് നീണ്ടുപോവുകയാണെങ്കിൽ ചൈന സ്വാഭാവികമായി തന്നെ ചൈനയുടെ ലക്ഷ്യം പതുക്കെ തായ്വാനിലേക്ക് അടുപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ തായ്വാനിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ മേഖല മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ തന്നെ യുദ്ധത്തിലേക്കാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാനെ വെച്ച് ഇന്ത്യ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചേക്കാം, ഇല്ലെങ്കിൽ ചൈന ശ്രമിച്ചേക്കാം. ഇന്ത്യക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകരുത്. കാരണം നമ്മൾ എന്തായാലും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായി വലിയ നഷ്ടം വരും. അതുകൊണ്ട് അവനും വളരരുത്.
അവനും മുമ്പോട്ട് വരരുത്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവനെ ബ്ലോക്ക് ചെയ്തിടണം. കാരണം ഈ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ലാഭമല്ലല്ലോ ഉണ്ടാകുന്നത്, നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ചൈന കൂപ്പുകുത്തുന്നത്. ഒന്ന്, ഈ ഓയിലും മറ്റും വരാതാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി. അതിനിടയിൽ ഇവരൊരു യുദ്ധത്തിലേക്കൂടെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, തായ്വാനെ ക്യാപ്ചർ ചെയ്യുന്നതിന്റെ ആ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധി ചൈനയിൽ ഉടലെടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ചൈന ചെയ്യാൻ പോകുന്നത്, ചൈനയുടെ തൊട്ടടുത്ത് വളർന്നു വരുന്നൊരു സാമ്പത്തിക വ്യവസ്ഥ ഇന്ത്യയാണ്. അതിനെ തടയിടാനുള്ള ഒരു നീക്കത്തിന് വേണ്ടിയിട്ട് അവർ പാകിസ്ഥാനെ യൂസ് ചെയ്യും. പാകിസ്ഥാൻ ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു സ്ഥിതിയിലും കൂടാണ്, യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നേരെ മറിച്ച് അമേരിക്കയ്ക്ക് വേണമെങ്കിലും പാകിസ്ഥാനെ ഈ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം വരുതിയിലാക്കാൻ നടക്കുന്ന ട്രംപിനും ഇത് നടക്കാവുന്ന ഒരു കേസാണ്. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ഭീകരാക്രമണം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അറ്റാക്ക് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഇനി നടക്കുന്ന ഒരു യുദ്ധം ഒരു ആത്യന്തികമായ യുദ്ധമായിരിക്കണം. കാരണം ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധങ്ങൾ വെറും ഒരു അറ്റാക്കിൽ തീരില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഇറാനിൽ കണ്ടത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. അത് വെറുതെ ഒരു ചില പോയിന്റുകൾ മാത്രം അടിച്ച് പിന്മാറുന്ന ഒരു യുദ്ധമായിരിക്കില്ല ഇനി നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ കരസേനാ മേധാവി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു യുദ്ധം 5 വർഷം വരെ നീണ്ടു നിൽക്കും എന്നുള്ളത്. അതായത് വളരെ നീണ്ടു നിൽക്കും. ഇനി ഒരു വലിയ ആക്രമണമായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി നടക്കാൻ പോകുന്നതൊക്കെ ഒരു ലോങ് ടൈം എടുത്തിട്ടുള്ള ഒരു വാർ തന്നെയായിരിക്കും. അപ്പൊ അതിന് മുൻപ് മാക്സിമം ആയുധങ്ങൾ സംഭരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അയൺ ഡോം ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ, മറ്റു ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ തദ്ദേശീയമായി തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ ഉത്പാദനം കൂട്ടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ എത്രയോ വാർത്ത കൊടുത്തിട്ടുണ്ട്. 1 മാസമോ 2 മാസമോ കൂടുമ്പോൾ 3ഓ 4ഓ മിസൈലുകൾ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. അവിടെ നോട്ടാം, ഇവിടെ നോട്ടാം, ഒഡീഷയുടെ ഭാഗത്ത് നോട്ടാം, ബംഗാളിന്റെ ഭാഗത്ത് നോട്ടാം, അവിടെ ഇവിടെ എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഓരോ സമയത്തും ഓരോ മിസൈലാണ് പരീക്ഷിക്കുന്നത്. ഈ മിസൈല് ഏത് മിസൈലാണെന്ന് അറിയില്ല. ഇതിപ്പം സർക്കാർ പറയുന്നത് അഗ്നി 4ന്റെ അപ്ഡേഷൻ ആണ്, ഇല്ല അഗ്നി 2ന്റെ അപ്ഡേഷൻ ആണ്, ഇല്ലെങ്കിൽ 5ന്റെ അപ്ഡേഷൻ ആണെന്ന് പറയുന്നു എന്ന് മാത്രമേ. ഇത് ഏതാണ് പരീക്ഷ എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. കാരണം ഇത് ചിലപ്പോൾ അതിനേക്കാളും മാരകമായിട്ടുള്ളതായിരിക്കാം. ഒരുപക്ഷെ അഗ്നി 5 എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കാം, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പം ഇങ്ങനെ നമ്മൾ ഇന്ത്യ ചെയ്തു, ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ സംവിധാനം കൊണ്ടിരുന്നു. അങ്ങനെ സർവ്വസജ്ജമായിട്ട് ഒരു മാസത്തിൽ 2-3 തവണ മിസൈൽ പരീക്ഷണങ്ങളും മറ്റ് ആയുധങ്ങളുടെ നീക്കങ്ങളും ഒക്കെ നമ്മൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് ആത്യന്തികമായി തന്നെ കറങ്ങിത്തിരിഞ്ഞ് എത്താൻ പോകുന്ന ഒരു ഇടം ഇന്ത്യ തന്നെ ആയിരിക്കും. കാരണം ഇത് ലോകത്തിന്റെ, കാരണം പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ മാത്രം ഇത് ഒതുങ്ങുന്ന ലക്ഷണം ഇപ്പൊ കാണുന്നില്ല. അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, പല ഏരിയയിലേക്ക് അത് നീങ്ങുന്നു. ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് പലരും നിർബന്ധിതമായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നവർ, നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ ഇറങ്ങുന്നവരാണ് ഇതിനകത്ത് പലരും. ഇപ്പൊ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ അവർ മെയിൻ കളിക്കാരാണ്. അവരാണ് ഇപ്പോൾ മെയിനായിട്ട് ഏറ്റുമുട്ടുന്നവരെങ്കിലും ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരും പിന്നെ പതുക്കെ പതുക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങേണ്ടി വരും. കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമല്ലോ, അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറയുന്നതൊക്കെ പലരും ഇതിനകത്ത് വരും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇറാനിൽ ഖമേനി മരിച്ചു കഴിഞ്ഞപ്പോൾ അനുശോചനമായി എത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, റഷ്യ, ഉത്തര കൊറിയ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവര് മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഖമേനിയുടെ അനുശോചനവുമായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഇവിടെ നമ്മൾ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി പറഞ്ഞു ഖമേനിയുടെ മരണത്തിൽ മൗനം ആചരിച്ചു. ഖമേനിയുടെ മരണത്തിലല്ല നമ്മൾ ആദ്യം ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇറാനെ ആക്രമിച്ചതിൽ ആദ്യം സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ച രാജ്യം ഇന്ത്യയാണ്. ഈ ഇറാനിലെ ഇന്ത്യൻ അംബാസഡർ പറഞ്ഞ എന്താണ്? ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വേറൊരു രാജ്യം കടന്നു കയറുന്നതിനെ ഞങ്ങൾ അനുവദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ഇന്നലെ UAE കാര്യത്തിൽ പറഞ്ഞത്. ഇന്നലെ UAE മാത്രമല്ല, സൗദി രാജാവിന്, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ ഭരണാധികാരികളെ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചിരുന്നു, ഈ സന്ദേശം കൈമാറി. കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. ഇത് ഇറാനിലാണല്ലോ ആദ്യം പറഞ്ഞത്, അതിനുശേഷമല്ലേ ഇന്നലെയല്ലേ UAE പറഞ്ഞത്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മറ്റു രാജ്യങ്ങളോടും പറഞ്ഞത്. അപ്പൊ എല്ലാവരും നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു നിലപാടും സ്റ്റാൻഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം ഇതിനു മുമ്പ് അവിടെ നടന്ന ശവസംസ്കാര ചടങ്ങുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക, അവിടുത്തെ അധികാരം ജനാധിപത്യ രീതിയിൽ പ്രശസ്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഇവിടെ നിന്ന് നമ്മുടെ നിതിൻ ഗഡ്കരി പങ്കെടുത്തതാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത സിൻവാറിനെയാണ് മറ്റേ ഇസ്രായേൽ തട്ടിക്കളഞ്ഞത്, ഇറാനി വെച്ച്. സിൻവാറോ സഹിയ സിൻവാറിനെ തട്ടിക്കളഞ്ഞു ആ യോഗത്തിൽ വെച്ചിട്ടാണ്. അപ്പോ ആ പരിപാടിയുടെ സമയം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്ത്യയുടെ നിലപാട് എപ്പോഴും തുറന്നു. പിന്നെ നമ്മൾ ഒരാളുടെയും പ്രശ്നത്തിൽ ഇടപെടാൻ പോയിട്ടുള്ള രാജ്യമല്ല ഇത്. സോണിയാഗാന്ധി അത് പറയുമ്പോൾ സോണിയാഗാന്ധി ആദ്യം ചിന്തിക്കേണ്ടത് തന്റെ സ്വന്തം ഭർത്താവിനെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ്. ഭർത്താവ് ശ്രീലങ്കയെ സഹായിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഭർത്താവ് കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടാണല്ലോ. അവരുടെ ഗ്രാൻഡ്മ ശ്രീമതി ഗാന്ധി ബംഗ്ലാദേശിനോട് പ്രണയം മൂത്തപ്പോഴാണല്ലോ ഇന്ന് ബംഗ്ലാദേശ് നമുക്കൊരു കുരുവായിട്ട് നിൽക്കുന്നത്.
പിന്നെ സഹായിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, അത് എണ്ണയുടെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും ഒക്കെ. ഇന്നലെ എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് 1000 നന്ദി എന്നാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത്. കാരണം ഞങ്ങളുടെ ഇത്രയും വരുന്ന ഇന്ത്യക്കാരെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? കാരണം നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ഈ നമുക്ക് നേട്ടത്തിന് വേണ്ടി മാത്രമുള്ളതാകണം നമ്മുടെ കാര്യങ്ങൾ. കാരണം അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ പോലും, അമേരിക്കയ്ക്കായാലും ഇസ്രായേലിനായാലും ഒക്കെ ലക്ഷ്യമുണ്ട്. അവർ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഉക്രൈനും ഒരു ലക്ഷ്യമുണ്ട്. തായ്വാൻ പിടിക്കാൻ പോകുന്ന ചൈനയ്ക്കും തായ്വാൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ഒരു വാടക ഗുണ്ടകളാണ് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇവിടുന്ന് പട്ടാളത്തെ അയച്ചു കൊടുക്കാനും നമ്മുടെ പൈസ, നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് ഉണ്ട മേടിച്ചിട്ട് അവിടെ പൊട്ടിക്കാനും ഒക്കെ ആയിട്ട്. നമ്മളതല്ല, നമുക്ക് നമ്മുടെ സുരക്ഷയാണ്. നമുക്കിത് ഇപ്പൊ അടി വരുമോ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ S-400 കരാറല്ല ഒപ്പുവെക്കുന്നത്, ധൃതി പിടിച്ച് ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ വാർത്ത. ധൃതി പിടിച്ച് വളരെ തിരക്കിട്ട് ആ 5 S-400 ഇവിടെ എത്തിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആയുധങ്ങൾ വളരെ വേഗത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ 2035 കൂടി 32-35 കൂടിയാണ് സുദർശന ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം പൂർണ്ണമാവുകയുള്ളൂ. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇത് വളരെ പെട്ടെന്ന് എത്തിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എങ്ങനെ, എവിടെ, ഏത് രീതി വരും എന്നുള്ളതാണ്. തുടക്കം പാകിസ്ഥാനും ഒക്കെ ആണെങ്കിൽ പോലും, അതോ ഇനി ബംഗ്ലാദേശിന്റെയോ കിഴക്കൻ മേഖലയിൽ നിന്നാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് അറിയാം ധനുഷ, രാജ്യങ്ങൾ മാത്രമല്ല, ഈ രാജ്യങ്ങൾ ആയുധം സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. മിലീഷ്യസുകൾ, കുർദുകൾ, ഇല്ലെങ്കിൽ യസീദികൾ, ഇല്ലെങ്കിൽ മ്യാൻമാറിലുള്ള ഗ്രൂപ്പുകൾ, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിലുള്ള ഭീകരർ, ഇല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഭീകരർ. ഈ തുർക്കി എന്നൊക്കെ പറഞ്ഞാൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. ഈ ഷോർട്ട് മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, തോളത്തൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മിസൈലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ രാജ്യങ്ങൾ ചെയ്യുന്ന പണി വെച്ചാൽ നേരിട്ട് യുദ്ധം ചെയ്യും, അതിനോടൊപ്പം തന്നെ ഇത്തരം ആയുധങ്ങൾ ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള ഗ്രൂപ്പുകൾക്ക് നൽകും. അപ്പൊ ഹിസ്ബുള്ള കണക്കുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ, ഹൂത്തി കണക്കുള്ള ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള അവരുടെ പ്രോക്സികൾക്ക് നൽകും. അവിടെയാണ് നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ പേര് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. കാരണം അതേ അതിർത്തിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ അത്തരത്തിലൊരു നീക്കം വരും. അപ്പോഴാണ് ഇതൊരു വലിയ യുദ്ധമായിട്ട് തന്നെ കലാശിക്കും. ഇപ്പൊ വാങ്കയുടെ ഒരു പ്രവചനം ഇപ്പൊ എല്ലാവരും എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. വാങ്കയുടെ പ്രവചനം വരുന്നു. ഖുർആനിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് മൗലവി, അതായത് പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ 8 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അതിനകത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ യുദ്ധം ചെയ്യുന്നവരുടെ പുരാണങ്ങൾ എന്ന് പറയുന്ന ഈ ബൈബിളും അല്ലെങ്കിൽ പിന്നെ വെളിപാട് പുസ്തകവും ഖുറാനും ഒക്കെ ആണല്ലോ. അതിനകത്ത് പോലും വളരെ ക്ലിയർ ആയിട്ട് അവരിത് പറയുന്നു, ഇത് ആത്യന്തികമായ യുദ്ധമാണ് എന്ന് അവർ പറയുന്നു. നേരത്തെ തന്നെ അവർ പറഞ്ഞു വെക്കുന്നുണ്ടത്, ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പൊ ഏതാണ്ടൊക്കെ അതുപോലെ സംഭവിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഈ പ്രവചനങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ വിശ്വസിച്ചു പോകുന്ന കാര്യം ഇതാണ്. കറക്റ്റ് ആയിരുന്നല്ലേ 2026 യുദ്ധം നടക്കുമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു, സത്യമായിട്ട് സത്യമായത് അല്ല, 2026 തുടക്കത്തിൽ നിന്നാ പറഞ്ഞ, മറ്റേ അടിച്ചല്ലോ, മറ്റേ മഡൂറോ പിടിച്ചുകൊണ്ട് പോയല്ലോ, അത് തുടങ്ങി. പിന്നെ അതിനുശേഷം 2026 ഏകദേശം ഇനി മെയ് മാസത്തോടു കൂടി ലോകമഹായുദ്ധം നടക്കുമെന്നാണ് അയാൾ പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. പക്ഷേ ഇത് അമേരിക്കയും വലിയ രീതിയിൽ ഒലയ്ക്കുന്ന ഒരു യുദ്ധമാണ്. ഇപ്പോൾ തന്നെ അവിടുത്തെ ജനം ട്രംപിനെതിരായി തുടങ്ങിയിരിക്കുന്നു. കാരണം എന്തിനു പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നു. ഇത് സാമ്പത്തികമായിട്ടൊരു വലിയ, നിലവിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെയാണ്. കാരണം ഈ പണം മുഴുവൻ മിഡിൽ ഈസ്റ്റുകാർ വഹിച്ചോളും. ഗൾഫ് കൺട്രീസ് എല്ലാം കൂടെ ഇപ്പൊ വന്നിരിക്കുന്ന പട്ടാളക്കാരന്റെയും വിമാനത്തിന്റെ എല്ലാ ചെലവും കാര്യങ്ങളും വഹിക്കും. പിന്നെ കപ്പം വേറെ കിട്ടും, സെക്യൂരിറ്റി ടാക്സ് വേറെ കിട്ടും. ഇതെല്ലാം കൊണ്ട് പുള്ളിക്ക് ലാഭം. പിന്നെ പുള്ളിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഹരി ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടിരിക്കുന്ന ട്രംപിന്റെ കമ്പനികൾ തന്നെയാണ്. ക്രൂഡ് ഓയിലിലൊക്കെ വലിയ രീതിയിൽ പണം മുടക്കിയിട്ടിരിക്കുന്ന കമ്പനിയും ട്രംപിന്റെതാണ്. അപ്പൊ എന്ത് പറ്റും, യുദ്ധം വരുമ്പോൾ ഈ ഓഹരി വലിയ രീതിയിൽ കുതിച്ചു കയറും, നല്ലൊരു പൈസ ട്രംപിന് കിട്ടും. അതുകൊണ്ട് ട്രംപിന് ലാഭമാണ്, അമേരിക്കയ്ക്കും ലാഭമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ലാഭമാണ് ഇതിനകത്ത്. അതാണ് നഷ്ടം വരുന്ന ആർക്കാണ്? നമ്മളെ കണക്കുള്ള രാജ്യങ്ങൾക്കാണ്. ഇന്ത്യക്ക്, ചൈനയ്ക്ക്, ജപ്പാന്, സൗദി അറേബ്യക്ക് ഒക്കെ നഷ്ടവും വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ആത്യന്തികമായ കാര്യം.